അപ്പൊ ഗൈസ്, ഇന്നത്തെ എന്റെ വീഡിയോ നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് ഡൗട്ട് കാര്യങ്ങളുണ്ട്. എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് സ്റ്റുഡന്റ് വിസയിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്നിട്ട് നമുക്ക് വർക്ക് പെർമിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? രണ്ടാമത് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ നിന്ന് ജോബ് നോക്കാൻ പറ്റുമോ? രണ്ടാമത് ചോദിച്ച കാര്യം ഞാൻ ഫസ്റ്റ് പറയാം. നിങ്ങൾ സ്റ്റുഡന്റ് വിസയിൽ ഇങ്ങോട്ടേക്ക് വന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി കണ്ടുപിടിക്കാം. ഇപ്പൊ ഒരു 1-2 വർഷം ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നാട്ടിൽ ഏത് പ്രൊഫഷനിലാണ് എക്സ്പീരിയൻസ്, അതല്ല വേറെ കൺട്രിയിൽ നമുക്ക് ഏത് പ്രൊഫഷനിലാണ് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റുഡന്റ് വിസയിൽ മൗറീഷ്യസിലേക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാം. അത് നന്നായിട്ടൊരു എളുപ്പ വഴിയാണ് നമുക്ക് മൗറീഷ്യസിലേക്ക് വരാൻ. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. നമുക്ക് ജോലി ഇവിടെ നിന്ന് വാങ്ങിക്കാനും പറ്റും. ഇവിടെ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് നാട്ടിൽ നിന്ന് സ്റ്റഡി വിസയിൽ വരുന്നവർക്ക് ജോബ് ഇവിടെ എന്തായാലും പ്രൊഫഷണൽ ജോബ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റഡി വിസയിൽ വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. കാരണം മറ്റുള്ള കൺട്രീസിൽ പോലെ നമുക്ക് ഇവിടെ അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പോ സ്റ്റഡി വിസയിലാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ 1 year 2 year ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ജോലി നോക്കാം. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ജോലി നോക്കി നമ്മൾ നാട്ടിൽ പോയി നമ്മൾ ഏത് പെർമിറ്റിലാണ് ഏത് വിസയിലാണ് ഇങ്ങോട്ട് വന്നത് ആ വിസ നമുക്ക് എക്സിറ്റ് കാണിക്കണം. എക്സിറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നൊരു ജോബ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ നിന്നൊരു ജോലി കണ്ടുപിടിച്ച പാട്ടില് അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് നിലവിൽ ഇപ്പൊ ഒരു പെർമിറ്റ് ഉണ്ട്. അപ്പൊ ആ പെർമിറ്റ് നിലനിൽക്കവേ നമുക്ക് വേറൊരു പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ വരുന്ന ഒരു കോളേജിന്റെ അണ്ടറിലുള്ള പെർമിറ്റ് വെച്ചിട്ട് നമുക്ക് വേറൊരു കമ്പനി, അതായത് വേറൊരു ഹോസ്പിറ്റലിൽ ഈ നമ്മൾ വന്ന പെർമിറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ പെർമിറ്റ് നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ വേറൊരു കമ്പനിയുടെ പെർമിറ്റ് വെച്ചിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പെർമിറ്റ് നിലനിൽക്കവേ നമുക്ക് വേറൊരു പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നാട്ടിൽ പോയി എക്സിറ്റ്, നാട്ടിലല്ല നമുക്ക് ഈ കൺട്രിയുടെ ഔട്ട് പോയി എക്സിറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് വേറൊരു പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു സൂൺ.